ഒന്നാം വർഷ ഗണിതത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യുന്നത് റിലേഷൻ ബിറ്റ്വീൻ ഡിഗ്രി ആൻഡ് റേഡിയൻ എന്ന് പറഞ്ഞ കാര്യമാണ്. കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് എന്താണ് 1 ഡിഗ്രി എന്നും എന്താണ് 1 റേഡിയൻ എന്നും ഒക്കെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഈ ഒരു ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട മുന്നറിവ് എന്ന് പറയുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ 1 കംപ്ലീറ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു സർക്കിൾ റൊട്ടേഷൻ ആണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. സർക്കിൾ റൊട്ടേഷൻ പൂർത്തിയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 ഡിഗ്രി ആണ് എന്ത് വരുന്നത്, സർക്കിൾ റൊട്ടേഷൻ വരുന്നത്. 1 റേഡിയൻ എന്ന് പറഞ്ഞ കാര്യം പറയുന്ന സമയത്ത് 2π റേഡിയൻ എന്താണ് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. 2π റേഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ പൂർത്തിയാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യത്തെയും കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പറയാം, 2π റേഡിയൻ തന്നെയാണ് 360 ഡിഗ്രി എന്ന് പറഞ്ഞ ആശയം വരുന്നത്. ഈ ഒരു കാര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ റിലേഷൻ ബിറ്റ്വീൻ ഡിഗ്രി ആൻഡ് റേഡിയൻ എന്ന് പറഞ്ഞ ആശയം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ബോർഡിലേക്ക് നോക്കുമ്പോൾ ഈ സെക്ഷനിൽ നമുക്ക് പറയേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ കാര്യങ്ങളിലേക്കായിട്ടൊന്ന് പോയി നോക്കാം. 2π റേഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 ഡിഗ്രിയാണ്. പൈ റേഡിയൻ എന്ന് പറഞ്ഞാൽ അപ്പം എത്രയായിരിക്കും, 360യുടെ നേരെ ഹാഫ് എത്ര വരും, 180 ഡിഗ്രി വരും. പൈ റേഡിയൻ 180 ഡിഗ്രി ആണെങ്കിൽ 1 റേഡിയൻ എന്ന് പറഞ്ഞ ആശയം കാണണമെങ്കിൽ പൈ എന്ന് പറഞ്ഞ കാര്യം കൊണ്ട് എന്ത് ചെയ്താൽ മതി, 180നെ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 180/π എന്ന് പറഞ്ഞ ആശയം വരുന്നു. അതിനെ നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് എന്ത് പറയാം, 57 ഡിഗ്രി 16 മിനിറ്റ് എന്ന് പറഞ്ഞ ആശയം പറയാം. ജസ്റ്റ് അറിഞ്ഞാൽ മാത്രം മതി, ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ചോദ്യം എവിടെയും വരില്ല. അതുപോലെ തന്നെ പൈ റേഡിയൻ 180 ഡിഗ്രി ആണ് വരുന്നത് എങ്കിൽ 1 ഡിഗ്രി എന്ന് പറയുന്നത് π/180 റേഡിയൻ ആയിരിക്കും. അതിൻ്റെ ഒരു ഏകദേശ വാല്യൂ എന്ന് പറയുന്നത് 0.01746 റേഡിയൻ ആണ് ലഭിക്കുന്നത്. പിന്നെ ഇതിൽ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു ടേബിളാണ്. അതായത് ഡിഗ്രി എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ മുകളിൽ കാണാം, തൊട്ട് താഴെ അതിൻ്റെ കറസ്പോണ്ടിങ് റേഡിയൻ എന്ന് പറഞ്ഞ കാര്യം വേണം. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ ഡിഗ്രിയിലാണ് കൂടുതലും നമ്മൾ ക്വസ്റ്റ്യൻസുകളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നത്. പക്ഷേ ഇവിടേക്ക് പോകുമ്പോൾ മുഴുവൻ നമ്മൾ റേഡിയൻ എന്ന് പറഞ്ഞ ആശയത്തിലേക്കാണ് പോവുക. അപ്പോൾ 30 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ π/6 ആണ് എന്നറിഞ്ഞിരിക്കണം. 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/4 ആണെന്ന് അറിഞ്ഞിരിക്കണം. 60 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ π/3 ആണെന്ന് അറിയണം. 90 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π/2 ആണെന്ന് അറിയണം. 180 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π ആണ് എന്ന് അറിഞ്ഞിരിക്കണം. 270 ഡിഗ്രി ആണ് വരുന്നതെങ്കിൽ 3π/2 ആണെന്ന് അറിയണം. അതുപോലെ തന്നെ 2π എന്ന് പറയുന്നത് 360 ഡിഗ്രിക്ക് തുല്യമാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ടേബിളിൻ്റെ ഒരു ആശയമാണ് പ്രധാനമായും നമുക്കിതിൽ കണക്ട് ചെയ്യാനുള്ളത്. നമ്മൾക്ക് അറിയാവുന്നതിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. 2π റേഡിയൻ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ നിന്നും പറഞ്ഞു കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രി ആണെന്ന് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോർമൽ ലെവലിൽ തന്നെ ആലോചിക്കുക, 180/6 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടുക, 30 ഡിഗ്രിയാണ് കിട്ടുക. അതുപോലെ 180/4 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടുക, 45 ഡിഗ്രിയാണ് കിട്ടുക. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്, 45 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π/4 റേഡിയൻ ആണെന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ റേഡിയനിലാണ് കൂടുതലും ക്വസ്റ്റ്യൻസുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. നമ്മൾ ടോപ്പിക്കിൻ്റെ ഹെഡിങ് പറയുന്നത് നൊട്ടേഷണൽ കൺവെൻഷൻ എന്നൊക്കെയാണ് പറയുക. പക്ഷേ 2 പ്രധാനപ്പെട്ട ഫോർമുലാസുകളാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഡിഗ്രി മെഷർ തന്നാൽ അതിനെ എങ്ങനെ റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യാം, റേഡിയൻ മെഷർ തന്നാൽ എങ്ങനെ ഡിഗ്രി മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യാം, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഫോർമുലയാണ് അവിടെ ഡിസ്കസ് ചെയ്യാനുള്ളൂ. ആ ഒരു കാര്യത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. 2 ഫോർമുലാസുകളാണ് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഡിഗ്രി മെഷർ തന്നാൽ എങ്ങനെ റേഡിയൻ മെഷർ ആക്കാം. ഡിഗ്രി മെഷർ തന്നിട്ട് റേഡിയൻ മെഷർ ആക്കാൻ നമ്മളൊക്കെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണോ ഡിഗ്രി മെഷർ തന്നിരിക്കുന്നത് അതിനെ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് റേഡിയൻ മെഷർ കണ്ടുപിടിക്കാം. അതുപോലെ റേഡിയൻ മെഷർ തന്നിട്ട് ഡിഗ്രി മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ റേഡിയൻ മെഷറിനെ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ കിട്ടുന്നതാണ് ഡിഗ്രി മെഷർ വരിക. ഈ ഭാഗം കൺവേർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ചില ചോദ്യങ്ങൾ നമുക്ക് തരുമ്പോൾ റേഡിയൻ മെഷറിൽ π എന്ന് പറയുന്ന കാര്യം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ നമ്മൾ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് π എന്ന് പറയുന്ന ടേം നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ പൈ എന്ന് പറയുന്നതിന് 22/7 എന്ന് പറഞ്ഞ വാല്യൂ അപ്ലൈ ചെയ്യണം.
അതിനുശേഷം അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ചില ചോദ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് മുഴുവനായി ഡിഗ്രി മെഷറിൽ നമുക്ക് കിട്ടാറില്ല. ഡിഗ്രി മെഷറിനോടൊപ്പം തന്നെ അതിന് റാഷണൽ പാർട്ട് വരാറുണ്ട്. അങ്ങനെ റാഷണൽ പാർട്ട് വരികയാണെങ്കിൽ അതിനെ നമ്മൾ മിനിറ്റിലേക്ക് കണക്ട് ചെയ്യണം. വീണ്ടും റാഷണൽ പാർട്ട് വരികയാണെങ്കിൽ അതിനെ നമ്മൾ സെക്കൻഡിലേക്ക് കണക്ട് ചെയ്യണം. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഒന്ന് ഓർമ്മയിലേക്ക് വെക്കുക. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസുകളിലേക്കൊന്ന് പോയി നോക്കാം. അതിൽ ഒന്നാമത്തെ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കൂ. ഫൈൻഡ് ദ റേഡിയൻ മെഷേഴ്സ് കറസ്പോണ്ടിങ് ടു ദ ഫോളോയിങ് ഡിഗ്രി മെഷേഴ്സ്. റേഡിയൻ മെഷേഴ്സ് എന്ന് പറയുന്ന കാര്യം നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് തന്നിരിക്കുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ഡിഗ്രി മെഷറാണ് തന്നിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എത്രയാണ് തന്നിരിക്കുന്നത്? 240 ഡിഗ്രി ആണ് തന്നിരിക്കുന്നത്. ഇതിനെ നമ്മൾ എവിടേക്ക് മാറ്റണം? റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 240 ഡിഗ്രി എന്ന് പറയുന്ന ആശയത്തിനെ റേഡിയൻ മെഷറിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ഏത് ഡിഗ്രി മെഷറാണോ തന്നിരിക്കുന്നത് അതിനെ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് ഫോർമുല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ വരിക? 240 × π/180. 0 നമുക്ക് ക്യാൻസൽ ചെയ്യാം. 24ലും 80ലും കോമൺ ഫാക്ടർ ആയിട്ട് 6 എന്ന് പറയുന്ന നമ്പർ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ 6 കൊണ്ട് രണ്ട് നമ്പറുകളെയും ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് 4π/3 റേഡിയൻ. അപ്പോൾ 240 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് റേഡിയൻ എത്രയാണ് വരിക? 4π/3 റേഡിയൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് 520 ഡിഗ്രി എന്ന് പറയുന്നതിനെ നമ്മൾ റേഡിയൻ മെഷറിലേക്ക് കണക്ട് ചെയ്യണം. മുൻപ് ചെയ്ത പോലെ തന്നെ 520 ഡിഗ്രി is equal to 520 × π/180. 0യും 0യും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. 52നെയും 80നെയും നമുക്ക് 2 കൊണ്ട് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 9 വരും, ഇവിടെ ആണെങ്കിൽ 26 വരും. അതായത് 26π/9 റേഡിയൻ. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സാധാരണ നമുക്ക് മുഴുവനായിട്ടുള്ള ഒരു ഡിഗ്രി മെഷറാണ് തരാറുള്ളത്, അതിനെ റേഡിയൻ മെഷർ ആക്കാനാണ് പറയാറുള്ളത്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് 40 ഡിഗ്രി 20 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടാണ്. ഇത്തരം ക്വസ്റ്റ്യൻസുകൾ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ കംപ്ലീറ്റ് ഡിഗ്രി മെഷറിലേക്ക് മാറ്റണം. അതിനുശേഷം മാത്രമേ ഫോർമുല അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 മിനിറ്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കിവിടെ വേണ്ടത് 20 മിനിറ്റ് എന്ന് പറയുന്ന കാര്യമാണ്. 20 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഗ്രിയിലേക്ക് എത്രയാണ് അതിൻ്റെ കണക്ഷൻ വരിക എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ എത്ര ആവശ്യമുള്ളൂ? 20 മിനിറ്റ് ആണ് ആവശ്യമുള്ളൂ. ഈ 20 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും എന്താണ്? 20/60 ഡിഗ്രിക്ക് തുല്യമാണ്. കാരണം എന്താ? 60/60 എന്ന് പറഞ്ഞ ആശയം വരുമ്പോഴാണ് ഒരു ഡിഗ്രി എന്തായിട്ട് മാറുന്നത്? 60 മിനിറ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടേക്ക് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ എന്താ ആലോചിക്കുക? നമ്മൾ 60 മിനിറ്റ് ആവേണ്ട ആവശ്യമില്ല, 20 മിനിറ്റേ വേണ്ടുള്ളൂ. 20 മിനിറ്റ് എത്ര ഡിഗ്രിക്ക് ഈക്വൽ ആണെന്നുള്ള കാര്യം കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 20നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 0യും 0യും ക്യാൻസൽ ചെയ്യാം. 2/6 എന്ന് പറഞ്ഞാൽ 1/3ക്ക് തുല്യമാണ്. അപ്പോൾ നമുക്ക് പറയാം 1/3 ഡിഗ്രി എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? 20 മിനിറ്റിന് തുല്യമാണ്. ഈ ഒരു കാര്യം നമ്മൾ മുകളിലേക്ക് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 40 ഡിഗ്രി 20 മിനിറ്റ് എന്ന് പറയുന്നതിനെ 40 1/3 ഡിഗ്രി എന്ന് പറയാം. ഇപ്പോൾ മുഴുവനായി അത് ഡിഗ്രിയിലേക്കായി. ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്. മിക്സഡ് ഫ്രാക്ഷനെ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാൻ നമുക്കറിയാം. എങ്ങനെയാണ് പ്രോപ്പർ ആക്കുക? 40 × 3 + 1 all divided by 3. 40 × 3 എന്ന് പറഞ്ഞാൽ 120 വരും, +1 എന്ന് പറഞ്ഞാൽ 121 വരും. 121/3 ഡിഗ്രി. അപ്പോൾ 40 ഡിഗ്രി 20 മിനിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 121/3 ഡിഗ്രിയാണ്. ഇപ്പോൾ കംപ്ലീറ്റ് ഡിഗ്രിയിലേക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിനെ റേഡിയൻ മെഷറിലേക്ക് കണക്ട് ചെയ്യാം. വിച്ച് ഇസ് ഈക്വൽ ടു 121/3 × π/180. പ്രത്യേകിച്ച് നമുക്ക് ക്യാൻസൽ ചെയ്യാനൊന്നും അവിടെ പറ്റുകയില്ല. അതുകൊണ്ട് നേരിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 121 × π 121π ഡിവൈഡഡ് ബൈ 3 × 180 540 റേഡിയൻ. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയുള്ള മിനിറ്റിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഡിഗ്രിയിലേക്ക് മാറ്റണം. എന്നിട്ട് ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ് കിട്ടുക. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റണം. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫോർമുല അപ്ലൈ ചെയ്യേണ്ടത്. ഇത്തരം ചോദ്യങ്ങൾ 2 മാർക്ക് വെയിറ്റേജിലൊക്കെ എക്സാമിനേഷന് കയറി വരാറുണ്ട്. അടുത്ത സബ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. -47 ഡിഗ്രി 30 മിനിറ്റ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രത്യേകം ഒരു കാര്യം നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു. നെഗറ്റീവ് എന്ന് പറയുന്നത് ഡയറക്ഷനെ സൂചിപ്പിക്കാനാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആകുമ്പോഴാണ് നമുക്ക് നെഗറ്റീവ് ആംഗിൾ കിട്ടുക.
അപ്പോൾ ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് ശരിക്കും എന്തിനെ ബാധിക്കുന്നില്ല? 47 എന്ന് പറഞ്ഞ കാര്യത്തെ ബാധിക്കുന്നില്ല. അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോഴും 47 ഡിഗ്രി 30 മിനിറ്റ് എന്ന് പറയുന്ന കാര്യം ചെയ്യുന്നത് ആലോചിക്കുക. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് എന്ന് പറയുന്ന കാര്യം ഓരോ സ്റ്റെപ്പിനോട് കൂടിയും അറ്റാച്ച് ചെയ്ത് പോയാൽ മാത്രം മതി. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞു പോവുകയെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 47 എന്ന് പറയുന്ന നമ്പറിനെ മൈനസ് ബാധിക്കുകയില്ല. അത് ഡയറക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമുക്കിവിടെ ആദ്യം കാണേണ്ടത് എന്താണ്? 30 മിനിറ്റ് എന്ന് പറയുന്ന കാര്യത്തിനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്കറിയാവുന്നത് ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 30 മിനിറ്റ് എന്ന് പറഞ്ഞ കാര്യം കിട്ടണമെങ്കിൽ 30 എന്ന് പറയുന്നതിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അത്രയും ഡിഗ്രി ആയിരിക്കും. ഇതൊന്ന് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം? 1/2 ഡിഗ്രി എന്ന് പറയുന്നത് 30 മിനിറ്റിന് തുല്യമാണ് എന്നുള്ള ആശയം പറയാം. ഇത് നമ്മൾ നമ്മുടെ ചോദ്യത്തിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 47 1/2 ഡിഗ്രി കണ്ടോ? ആ ബ്രാക്കറ്റിംഗ് കേസ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മൈനസിനെ പുറത്ത് നിർത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ? ബ്രാക്കറ്റിംഗ് കേസ് കൊടുക്കാൻ വേണ്ടി പാടുകയുള്ളൂ. ഈക്വൽ ടു മൈനസ് 47 × 2 എന്ന് പറയുന്നത് 94 ആണ് വരിക. 94 + 1 എന്ന് പറഞ്ഞാൽ 95/2 ഡിഗ്രി. ഇപ്പൊ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് എവിടേക്ക് എത്തിക്കഴിഞ്ഞു? ഡിഗ്രി മെഷറിലേക്ക് എത്തിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇനി ചെയ്യേണ്ടത് എന്താ? മൈനസ് 95/2 × π/180. ഇതിനെ നമുക്ക് 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ഇവിടെ 19 ടൈംസ് വരും, ഇവിടെയാണ് വരുന്നതെങ്കിൽ 36 ടൈംസ് വരും. അതായത് 19π/72. 36 × 2 എന്ന് പറഞ്ഞാൽ 72 വരും, റേഡിയൻ വരും. കൂടാതെ ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ട് ഇവിടെയും എന്ത് വരും? മൈനസ് എന്ന് പറഞ്ഞ കാര്യം വരും. അപ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ മൈനസ് ഉള്ളിലേക്ക് കൊടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ മിക്സഡ് ഫ്രാക്ഷൻ ആക്കുമ്പോൾ മിസ്റ്റേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആ കാര്യം ഒന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഡിഗ്രി മെഷർ എന്ന് പറയുന്ന ആശയം തന്നിട്ട് റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മുടെ മുൻപിലേക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. ആ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. ഇനി നമ്മൾ തിരിച്ചുള്ള മറ്റൊരു കൺവേർഷനിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ ഡിഗ്രി മെഷേഴ്സ് കറസ്പോണ്ടിങ് ടു ദ ഫോളോയിങ് റേഡിയൻ മെഷേഴ്സ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ റേഡിയൻ മെഷേഴ്സ് തന്നിട്ടുണ്ടാവും, അതിൻ്റെ കറസ്പോണ്ടിങ് ഡിഗ്രി മെഷേഴ്സ് നമ്മൾ കണ്ടെത്തണം. ഒന്നാമത്തെ സബ് ക്വസ്റ്റിൽ എന്താ തന്നിരിക്കുന്നത്? 5π/3 റേഡിയൻ. ഇതിനെ നമ്മൾ എവിടേക്ക് മാറ്റണം? ഡിഗ്രി മെഷറിലേക്ക് മാറ്റണം. ഡിഗ്രി മെഷറിലേക്ക് മാറ്റേണ്ടി വരുന്ന സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ 180/π കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 5π/3 = 5π/3 × 180/π. പൈയും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. 3 എന്ന് പറയുന്നത് 180ൽ 60 ടൈംസ് ആണ്. 5 × 60 എന്ന് പറഞ്ഞാൽ എത്ര വരും? 300 ഡിഗ്രി എന്ന് പറഞ്ഞ ആശയം വരുന്നു. രണ്ടാമത്തെ ചോദ്യം 7π/6 റേഡിയനെ നമ്മൾ ഡിഗ്രി മെഷറിലേക്ക് മാറ്റണം. 7π/6 റേഡിയൻ എന്ന് പറയുന്നതിനെ 7π/6 × 180/π. പൈയും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. 6 എന്ന് പറയുന്നത് 180ൽ 30 ടൈംസ് ആണ് വരുന്നത്. 7 × 30 എന്ന് പറഞ്ഞാൽ 210 ഡിഗ്രി. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. 11/16 റേഡിയൻ. ഇവിടെ പൈ എന്ന് പറയുന്ന കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പൈ എന്ന് പറയുന്നത് 22/7 എന്ന് പറയുന്ന വാല്യൂ മുൻപിലേക്കുള്ള സ്റ്റെപ്പുകളിൽ എവിടെയെങ്കിലും പൈ വരികയാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. എന്തായാലും നമുക്കൊന്ന് ചെയ്തു നോക്കാം. 11/16 റേഡിയൻ എന്ന് പറയുന്നതിനെ ഡിഗ്രിയിലേക്ക് ആക്കാൻ 11/16 × 180/π. പൈ ക്യാൻസൽ ചെയ്ത് പോവില്ല എന്നുള്ള കാര്യം ഉറപ്പായി. അപ്പൊ നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് 11/16 × 180/22/7. ഇതിൽ 7 എന്ന് പറയുന്നത് നേരെ മുകളിലേക്കാണ് പോവുക. 11 എന്ന് പറയുന്നത് 22 എന്ന് പറയുന്നതിൽ 2 ടൈംസ് ആണ് വരിക. 2 എന്ന് പറയുന്നത് 180ൽ 90 ടൈംസ് ആണ് വരിക. ഇവിടെ 16 ഉണ്ട്, ഇവിടെ 90 ഉണ്ട്. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 8 ടൈംസ് വരും. ഇവിടെ ആണെങ്കിൽ 45 ടൈംസ് എന്ന് പറഞ്ഞ കാര്യം വരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കിനി കിട്ടുന്ന കാര്യം 45 × 7. കാരണം ഈ 7 മുകളിലേക്കാണ് പോവുക. അപ്പോൾ 45 × 7 വരും. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ നിൽക്കുന്നത് എന്താണ്? ഈ ഒരു 8 ആണ് നിൽക്കുന്നത്. ഡിവൈഡഡ് ബൈ 8. അതായത് 315/8. അത്രയും ഡിഗ്രിയാണ് നമുക്ക് കിട്ടുന്നത്. 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കിട്ടുന്ന ഡിഗ്രിയാണ് കിട്ടുക. പക്ഷേ ഇത് റാഷണൽ ഫോമിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? റാഷണൽ ഫോമിൽ നിൽക്കുന്നതിനെ
നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് മിനിറ്റിലേക്കും സെക്കൻഡിലേക്കും കണക്ട് ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. 315 എന്ന് പറയുന്നതിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 3 ടൈംസ് 24 വരും, 75 ആണ് വരിക. 9 ടൈംസ് 72 വരും, റിമൈൻഡർ 3 വരും. അങ്ങനെയാണെങ്കിൽ 315/8 ഡിഗ്രി എന്ന് പറയുന്നതിനെ 39 3/8 ഡിഗ്രി എന്ന് പറഞ്ഞെഴുതാം. ഇതിനെ അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതാം? 39 ഡിഗ്രി 3/8 ഡിഗ്രി എന്ന് പറഞ്ഞെഴുതാം. അതായത് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണ്? 39 ഡിഗ്രി എന്ന് പറഞ്ഞ കാര്യം എഴുതി, 3/8 ഡിഗ്രി എന്ന് പറഞ്ഞ കാര്യം എഴുതി. അതായത് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി ഡിഗ്രികൾ. അതിൽ ഈ ഒരു പാർട്ട് എന്താണ്? റാഷണൽ ഫോമിലാണ്. അപ്പോൾ ഞാൻ അതിനെ എവിടേക്ക് മാറ്റുകയാണ്? മിനിറ്റിലേക്ക് കണക്ട് ചെയ്യാണ്. മിനിറ്റിലേക്ക് ഇത്തരം കാര്യങ്ങളെ കണക്ട് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വിച്ച് ഇസ് ഈക്വൽ ടു 39 ഡിഗ്രി 3/8 ഇൻറ്റു 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് എവിടേക്ക് പോകും? മിനിറ്റിലേക്ക് കണക്ഷൻ പോകും. മിനിറ്റിലേക്ക് കണക്ഷൻ പോകുമ്പോൾ എന്താ സംഭവിക്കുക? 39 ഡിഗ്രി 180/8 അത്രയും മിനിറ്റ് ആണ് വരിക. ഇനി ആ ഡിവിഷൻ എന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ 180 എന്ന് പറയുന്നതിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ടൈംസ് വരും. 2 ടൈംസ് വരുമ്പോൾ 16 ആണ് വരിക, 20 വരും. 20 വരുന്ന സമയത്ത് 2 ടൈംസ് ആണ് വരിക. 2 ടൈംസ് വരുമ്പോൾ 16 വരും, റിമൈൻഡർ 4 എന്ന് പറയുന്ന ആശയം വരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യത്തിനെ എങ്ങനെ കണക്ട് ചെയ്യാം? 39 ഡിഗ്രി 22 4/8 മിനിറ്റ് എന്ന് പറഞ്ഞ് കണക്ട് ചെയ്യാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ മിനിറ്റിലേക്ക് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് 4/8 എന്ന് പറയുന്ന കാര്യം എന്താണ്? അവിടെ റാഷണൽ പാർട്ടാണ്. അപ്പോൾ നമ്മൾ അതിനെ എവിടേക്ക് മാറ്റണം? സെക്കൻഡിലേക്കൊന്ന് മാറ്റണം. എങ്ങനെയാണ് മാറ്റുക എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 39 ഡിഗ്രി 22 മിനിറ്റ് 4/8 ഇൻറ്റു 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യം എവിടേക്ക് പോകും? സെക്കൻഡിലേക്ക് പോകും. സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? 39 ഡിഗ്രി 22 മിനിറ്റ്സ് 240/8 സെക്കൻഡ്. 240/8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫൈനൽ കൺക്ലൂഷൻ എന്ത് കൊടുക്കാം? വിച്ച് ഇസ് ഈക്വൽ ടു 39 ഡിഗ്രി 22 മിനിറ്റ് 30 സെക്കൻഡ്. അടുത്ത സബ് ക്വസ്റ്റ്യൻ നോക്കുക. 6 റേഡിയൻ എന്ന് പറയുന്നതിനെ നമ്മൾ ഡിഗ്രി മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ചിലപ്പോൾ കൺവേർട്ട് 6 റേഡിയൻ ഇൻ ടു ഡിഗ്രി മെഷർ എന്ന് പറഞ്ഞൊക്കെ ക്വസ്റ്റ്യൻ വരും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എഴുതിയ രീതിയിലും നമുക്ക് എന്ത് വരാം? ചോദ്യങ്ങൾ വരാം. അപ്പോൾ നമുക്കിതിനെ ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. 6 റേഡിയൻ എന്ന് പറഞ്ഞ കാര്യത്തിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 6നെ നമ്മൾ എന്ത് ചെയ്യണം? 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ക്യാൻസൽ ചെയ്ത് പോകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ 180/22/7 എന്ന് പറഞ്ഞ കാര്യം കണക്ട് ചെയ്യണം. നമുക്കിതിലെ 2 കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. ക്യാൻസൽ ചെയ്ത് കളയുന്ന സമയത്ത് തന്നെ ഇവിടെ ഇങ്ങനെ 11 ടൈംസ് ആണ് വരിക. ഇതിലേക്കാണ് ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 3 ടൈംസ് ആണ് കിട്ടുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 180 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 11. തൊട്ട് മുന്നത്തെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ 7 എന്ന് പറയുന്നത് നേരെ മുകളിലേക്കാണ് പോവുക. വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 180 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 540 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 11 വിച്ച് ഇസ് ഈക്വൽ ടു 3780/11 ഡിഗ്രി. കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇത് ഇവിടെ എന്ത് വന്നു? റാഷണൽ പാർട്ട് എന്ന് പറഞ്ഞ കാര്യം വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ഡിഗ്രിയിൽ നിന്ന് അതിനെ എവിടേക്ക് മാറ്റണം? മിനിറ്റിലേക്ക് മാറ്റണം. മിനിറ്റിൽ വീണ്ടും റാഷണൽ പാർട്ട് വന്നാൽ അതിനെ നമ്മൾ എവിടേക്ക് മാറ്റും? സെക്കൻഡിലേക്ക് നമ്മൾ അത് മാറ്റുകയും ചെയ്യും. 1780/11 3 ടൈംസ് ആണ് വരിക, 33 വരും, 48 വരും, 4 ടൈംസ് ആണ് വരിക, 44 വരും, 40 വരും, 3 ടൈംസ് വരും, 33 വരും, റിമൈൻഡർ 7 എന്ന് പറഞ്ഞ കാര്യം വരും. അങ്ങനെയാണെങ്കിൽ ഈ കാര്യത്തിന് നമുക്ക് ഇങ്ങനെ എഴുതാം: 343 7/11 ഡിഗ്രി എന്ന് പറഞ്ഞ് എഴുതാം. ഡിഗ്രി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 343 ഡിഗ്രി 7/11 ഡിഗ്രി. ഈ 7/11 അടുത്ത് മിനിറ്റിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി 343 ഡിഗ്രി 7/11 ഇൻറ്റു 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതെന്തായി? മിനിറ്റായി മാറിക്കഴിഞ്ഞു. 7 ഇൻറ്റു 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 420 ഡിഗ്രി വരും. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് എന്താണ്?
420 എന്ന് പറയുന്നതിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 ടൈംസ് വരും, 33 വരും, 90 വരും, 8 ടൈംസ് വരും, 88 വരും, റിമൈൻഡർ 2 വരും. അങ്ങനെയാണെങ്കിൽ 343 ഡിഗ്രി, ഇത് 420/11 ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 38 2/11 മിനിറ്റ് എന്ന് പറഞ്ഞ് എഴുതാം. 343 ഡിഗ്രി 38 മിനിറ്റ്സ് 2/11 മിനിറ്റ്സ്. അടുത്ത് നമുക്ക് ഈ മിനിറ്റ് എന്ന് പറഞ്ഞ കാര്യത്തിനെ എവിടേക്ക് കൺവേർട്ട് ചെയ്യാം? സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. വിച്ച് ഇസ് ഈക്വൽ ടു 343 ഡിഗ്രി 38 മിനിറ്റ്സ് 2/11 ഇൻറ്റു 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? സെക്കൻഡ് ആയിട്ട് മാറി. സെക്കൻഡിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇനി സെക്കൻഡിൽ നിന്ന് മറ്റൊരു കൺവേർഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഡിവിഷൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം. അതായത് 120/11 എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം. 120 ഡിവൈഡഡ് ബൈ 11, 1 ടൈംസ് ആണ് വരിക, 11 വരും, 10 വരും. 10 എന്ന് പറയുന്നത് 11 എന്ന് പറയുന്ന കാര്യം കൃത്യമായി പോവാത്തത് കൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം? 11 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 110 എന്ന് പറഞ്ഞ ലോജിക്കിലേക്കാണ് പോവുക. പോയിന്റ് എന്ന് പറയുന്ന കാര്യം നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇവിടെ എത്രയും 100 ആയിട്ട് വരും, 9 ടൈംസ് വരും, 99 വരും. പിന്നീട് ആ പ്രോസസ്സ് അങ്ങനെ മുൻപിലേക്ക് പോകും. നമുക്കിത് റൗണ്ട് ചെയ്ത് എത്ര പറയാം? 10.9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 ആണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ആശയത്തിനെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ 343 ഡിഗ്രി 38 മിനിറ്റ്സ് 11 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? കൺക്ലൂഡ് ചെയ്യാം. ഇത്രയും ലെങ്ത് ഉള്ള ക്വസ്റ്റ്യൻസുകൾ ചില വർഷങ്ങളിൽ മാത്രമേ വരാറുള്ളൂ. ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് കൊണ്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടുമാണ് നമ്മളത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് മുമ്പിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 രീതിയിലുള്ള കൺവേർഷൻസുകളും പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ തീറ്റ ഈക്വൽ ടു L/R എന്ന് പറഞ്ഞ ഫോർമുലയുമായി കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യത്തിലേക്കൊന്ന് ശ്രദ്ധിക്കൂ. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഇൻ വിച്ച് എ സെൻട്രൽ ആംഗിൾ ഓഫ് 60 ഡിഗ്രി ഇന്റർസെക്ട്സ് ആൻ ആർക്ക് ഓഫ് ലെങ്ത് 37.4 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിന്റെ റേഡിയസ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഈ സർക്കിളിന്റെ മുകളിൽ ഒരു ആർക്ക് ഉണ്ട്. ആ ആർക്ക് എന്ന് പറയുന്നതിന്റെ ലെങ്ത് 37.4 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ കാര്യമാണ്. കൂടാതെ അതിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കണം. നമുക്കറിയാവുന്ന ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? തീറ്റ ഈക്വൽ ടു L/R ഓർ L ഈക്വൽ ടു R തീറ്റ. ഈ കാര്യമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ തീറ്റ എന്ന് പറയുന്നത് റേഡിയൻ മെഷറിൽ തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമാണ്. എങ്കിലാണ് ആ ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഗിവൺ കണ്ടീഷൻസുകളിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് പോയി നോക്കാം. എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്? സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട് തീറ്റ, പക്ഷെ അത് ഡിഗ്രി മെഷറിലാണ് തന്നിരിക്കുന്നത്. 60 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ ഒരു ടേബിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. ആ ടേബിൾ 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്? π/3 റേഡിയൻ ആണ്. അപ്പോൾ 60 ഡിഗ്രി എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? π/3 റേഡിയൻ. ആർക്ക് ലെങ്ത് എന്ന് പറയുന്നതിന് L എന്ന് പറയുന്ന ലെറ്റർ ആണ് കൊടുക്കുക. L എത്രയാണ് തന്നിട്ടുണ്ട്? 37.4 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യം എന്താ? തീറ്റ ഈക്വൽ ടു L/R എന്ന് പറഞ്ഞ കാര്യം പറയാം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെ പറയാം? R ഈക്വൽ ടു L/θ. എങ്ങനെയാണ് എഴുതിയത്? R എന്ന് പറയുന്നതിന് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നു, തീറ്റ എന്ന് പറയുന്നതിന് അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? റേഡിയസ് എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? ആർക്ക് ലെങ്തിനെ സെൻട്രൽ ആംഗിൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് തുല്യമാണ്. വിച്ച് ഇസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് 37.4 ഡിവൈഡഡ് ബൈ തീറ്റ എന്ന് പറയുന്നത് π/3 റേഡിയൻ, വിച്ച് ഇസ് ഈക്വൽ ടു 37.4 ഇൻറ്റു 3. ഡിവിഷനിലാണ്, മുകളിലേക്ക് പോകും, അപ്പോൾ അത് മൾട്ടിപ്ലിക്കേഷനിലേക്ക് വരും. ഓക്കെ, ഡിവൈഡഡ് ബൈ പൈ എന്ന് പറയുന്നത് 3.14 വിച്ച് ഇസ് ഈക്വൽ ടു 35.7 സെന്റിമീറ്റർ. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. കാൽക്കുലേറ്റർ യൂസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? 35.7 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ കാര്യം കിട്ടുന്നു. അപ്പോൾ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? 35.7 സെന്റിമീറ്റർ ആണ് അതിന്റെ റേഡിയസ് വരുന്നത്. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കൂ. ഫൈൻഡ് ദ ഡിഗ്രി മെഷർ ഓഫ് ദ ആംഗിൾ സബ്റ്റൻഡഡ് അറ്റ് ദ സെന്റർ ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 100 സെന്റിമീറ്റർ ബൈ ആൻ ആർക്ക് ഓഫ് ലെങ്ത് 22 സെന്റിമീറ്റർ. ഒരു സർക്കിളിന്റെ മുകളിൽ ഒരു ആർക്ക് ഉണ്ട്. ആ ആർക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 22 സെന്റിമീറ്റർ ആണ്. അതായത് L എന്ന് പറയുന്നത് 22 സെന്റിമീറ്റർ ആണ്. കൂടാതെ ആ സർക്കിളിന്റെ റേഡിയസ് R എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ആ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും എന്നാണ് ചോദ്യം. നമുക്ക് ബൈ ഫോർമുല പ്രകാരം കിട്ടുന്നത് എന്താണ്? റേഡിയൻ മെഷർ ആണ് കിട്ടുക. അപ്പോൾ നമ്മൾ അതിനെ എവിടേക്ക് മാറ്റേണ്ടി വരും? ഡിഗ്രി മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കാം.
തീറ്റ എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് L/R എന്ന് പറഞ്ഞ കാര്യമാണ്. അതായത് 22/100 അതാണ് തീറ്റ വരിക. ഇത്രയും റേഡിയൻ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമുക്കിതിനെ എവിടേക്ക് മാറ്റണം? ഡിഗ്രി മെഷർ എന്ന് പറയുന്നത് പ്രത്യേകം ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഡിഗ്രി മെഷറിലേക്ക് മാറ്റണം. ഡിഗ്രി മെഷറിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ 22/100 ഇൻറ്റു 180/π. പൈ ക്യാൻസൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എന്ത് കൊടുക്കുകയാണ്? പൈ എന്ന് പറയുന്നതിന് 22/7 എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യാണ്. 22 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇതിലെ 7 എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്? നേരെ മുകളിലേക്ക് പോകുന്നു. ഇവിടെ നിന്നൊരു 0യും ഇവിടെ നിന്നൊരു 0യും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാക്കി നിൽക്കുന്നത് എന്താണ്? 18 × 7 ഡിവൈഡഡ് ബൈ 10 വിച്ച് ഇസ് ഈക്വൽ ടു 126/10. അത്രയും ഡിഗ്രിയാണ് കിട്ടുക. പക്ഷെ ഇവിടെ റാഷണൽ പാർട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ മുൻപേ ചെയ്ത പോലെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മിനിറ്റിലേക്കും പിന്നീട് സെക്കൻഡിലേക്കും ഉണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. 126/10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? 10ന്റെ മൾട്ടിപ്ലൈ ആയിട്ട് വരിക 120 വരെ വരുള്ളൂ. അതായത് 10 × 12 എന്ന് പറഞ്ഞാൽ എന്താണ്? 120 ആണ് വരിക. അപ്പൊ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 12 എന്ന് പറഞ്ഞ കാര്യം വരും. റിമൈൻഡർ ആയിട്ട് 6 നിലനിൽക്കും ഡിവൈഡഡ് ബൈ 10. അത്രയും ഡിഗ്രിയാണ് വരിക. അതായത് 12 ഡിഗ്രി 6/10 ഡിഗ്രി. ഇതിൽ 6/10 ഡിഗ്രി എന്ന് പറഞ്ഞ കാര്യത്തിന് 12 ഡിഗ്രി 6/10 ഇൻറ്റു 60 എന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതെന്തായി? മിനിറ്റിലേക്ക് മാറി. മിനിറ്റിലേക്ക് മാറുമ്പോൾ 12 ഡിഗ്രി 360/10 എന്ന് പറഞ്ഞ കാര്യമാണ് നമുക്ക് ചെയ്യേണ്ടി വരിക. അത്രയും മിനിറ്റ്. 360/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36 ആണ് വരിക. വിച്ച് ഇസ് ഈക്വൽ ടു 12 ഡിഗ്രി 36 മിനിറ്റ്. പിന്നെ റാഷണൽ പാർട്ട് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സെക്കൻഡിലേക്ക് കണക്ട് ചെയ്യുകയൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് മിനിറ്റിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? പറഞ്ഞ് അവസാനിപ്പിക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ദ മിനിറ്റ് ഹാൻഡ് ഓഫ് എ വാച്ച് ഈസ് 1.5 സെന്റിമീറ്റർ ലോങ്. ഒരു വാച്ച് എന്ന് പറയുന്നതിന്റെ മിനിറ്റ് സൂചിയുടെ നീളം എന്ന് പറയുന്നത് 1.5 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഹൗ ഫാർ ഡസ് ഇറ്റ്സ് ടിപ്പ് മൂവ് ഇൻ 40 മിനിറ്റ്സ്? ആ മിനിറ്റ് സൂചിയുടെ അറ്റം, ടിപ്പ് എന്ന് പറഞ്ഞാൽ അറ്റം എന്നാണ്, ആ അറ്റം മൂവ് ചെയ്തിട്ട് 40 മിനിറ്റിലേക്ക് എത്തുകയാണെങ്കിൽ അത് എത്ര അകലത്തിലാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ ജിയോമെട്രിക്കൽ ആശയത്തിലൂടെ ഒന്ന് മുൻപിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ വാച്ച് എന്ന് പറയുന്നത് ഒരു സർക്കിൾ ഫോമിലാണുള്ളത് എന്ന് വിചാരിക്കുക. സർക്കിൾ അല്ലാത്ത രീതിയിലും ഇപ്പോൾ വാച്ചുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ നമ്മളൊരു സർക്കിൾ ഫോമിലാണ് വാച്ച് എന്ന് പറഞ്ഞ കാര്യം വിചാരിക്കുക. ഈ വാച്ച് എന്ന് പറയുന്നതിന്റെ മിനിറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് ആ സർക്കിളിന്റെ റേഡിയസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. സെക്കൻഡ് ഹാൻഡ് എന്ന് പറയുന്നത് അതിനേക്കാൾ ഒന്നുകൂടി ലെങ്ത് കുറഞ്ഞതാണ്. അപ്പോൾ അതൊരിക്കലും റേഡിയസ് ആയിട്ട് വരികയില്ല. അപ്പോൾ മിനിറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് റേഡിയസ് എന്ന് പറഞ്ഞ ആശയത്തിലാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്നും ഇങ്ങോട്ട് ജോയിൻ ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്? ആ ഒരു വര വരച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു മിനിറ്റ് ഹാൻഡ് നിൽക്കുന്നത് 1 മിനിറ്റിലാണ് നിൽക്കുന്നത്. ഇത് ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കണം എന്നുണ്ടെങ്കിൽ 60 മിനിറ്റ് സഞ്ചരിക്കേണ്ടി വരും. 60 മിനിറ്റ് സഞ്ചരിക്കുമ്പോഴാണ് എന്ത് വരിക? 1 കംപ്ലീറ്റ് റൊട്ടേഷൻ എന്ന് പറഞ്ഞ ആശയം അവിടെ കയറി വരുന്നത്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും എന്ത് ചെയ്യുക? അവിടെ തന്നെ എത്തുക. നമുക്ക് പക്ഷേ 60 മിനിറ്റ് റൊട്ടേഷൻ അവിടെ ആവശ്യമില്ല. എത്ര വരെ ആവശ്യമുള്ളൂ? 40 മിനിറ്റ് എന്ന് പറഞ്ഞ ആശയം വരെ വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ മൊത്തം റൊട്ടേഷനാണ് വരുന്നതെങ്കിൽ 2π റേഡിയൻ ആണ് സെൻട്രൽ ആംഗിൾ വരിക. ഇവിടെ നമ്മൾക്ക് എത്രയേ വേണ്ടുള്ളൂ? മൊത്തം 60 മിനിറ്റ് ആണുള്ളത്. അതിന്റെ എത്ര പാർട്ടേ വരുന്നുള്ളൂ? 40 മിനിറ്റ് വരെയുള്ള കാര്യം വേണ്ടുള്ളൂ. അപ്പോൾ 40/60 പാർട്ടാണ് നമുക്ക് ശരിക്ക് അവിടെ സഞ്ചരിക്കേണ്ടി വരിക. 40/60 എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? 2/3 എന്ന് പറഞ്ഞ കാര്യമാണ് വരുന്നത്. അപ്പോൾ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞ കാര്യം എഴുതുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? 2π റേഡിയൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് റൊട്ടേഷൻ ആണ്. നമുക്ക് ശരിക്കും കംപ്ലീറ്റ് റൊട്ടേഷൻ ആവശ്യമില്ല. 2/3 പാർട്ട് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2/3 × 2π എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 4π/3 റേഡിയൻ. റേഡിയസ് എന്ന് പറയുന്നത് 1.5 സെന്റിമീറ്റർ ആണെന്ന് മുകളിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ മുമ്പിൽ റേഡിയസുമായി അതേമാതിരി തീറ്റ എന്ന് പറയുന്നത് റേഡിയൻ മെഷറിൽ കിട്ടുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? therefore L is equal to r theta. r എന്ന് പറയുന്നത് 1.5 ഇൻറ്റു തീറ്റ എന്ന് പറയുന്നത് 4π/3 which is equal to 1.5 into 4 into 3.14 divided by 3 6.28 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഈ പറയുന്ന മിനിറ്റ് ഹാൻഡിന്റെ ടിപ്പ് എന്ന് പറയുന്നത് മൂവ് ചെയ്ത് 40 മിനിറ്റിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ
അതിന്റെ ടിപ്പ് മൂവ് ചെയ്യുന്ന ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ആർക്ക് ലെങ്ത്തിന് ഈക്വൽ ആയിരിക്കും. ആ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 6.28 സെന്റിമീറ്റർ ആണ് എന്നുള്ള ആശയം പറയാം. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇഫ് ദ ആർക്സ് ഓഫ് ദ സെയിം ലെങ്ത് ഇൻ 2 സർക്കിൾസ് സബ്റ്റൻഡ് ആംഗിൾസ് 65 ഡിഗ്രി ആൻഡ് 110 ഡിഗ്രി അറ്റ് ദ സെന്റർ. അതായത് രണ്ട് സർക്കിൾസുകളുണ്ട്. ആ രണ്ട് സർക്കിൾസുകളുടെയും സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഒന്ന് 65 ഡിഗ്രി ആണ്, മറ്റേത് 110 ഡിഗ്രി ആണ്. കൂടാതെ ഇതിന്റെ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. രണ്ട് സർക്കിളിന്റെയും ആർക്ക് ലെങ്ത്തുകൾ എന്താണ്? സെയിം ആണ് നിലനിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ റേഡിയൈ. റേഡിയസുകളുടെ റേഷ്യോ കണ്ടുപിടിക്കണം. രണ്ട് റേഡിയസ് പറയുന്നത് കൊണ്ടാണ് അതിനെ നമ്മൾ റേഡിയൈ എന്ന് പറഞ്ഞ് പ്രൊനൗൺസ് ചെയ്യുന്നതും അങ്ങനെയാണ് നമ്മളത് എഴുതുകയും ചെയ്യുക. അപ്പോൾ റേഡിയസുകൾ ഒന്നിൽ കൂടുതൽ വന്നാൽ റേഡിയൈ എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഗിവൺ കണ്ടീഷൻസ് എന്താണ്? θ1 എന്ന് പറയുന്ന കാര്യം, അതായത് ആദ്യത്തെ സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 65 ഡിഗ്രി ആണ്. θ2 എന്ന് പറയുന്നത് 110 ഡിഗ്രി ആണ്. ആർക്ക് ലെങ്ത്തുകൾ സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് L1 L2 എടുക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? L എന്ന് പറഞ്ഞ കാര്യം എടുത്താൽ മതി. θ1 എന്ന് പറയുന്നത് ഡിഗ്രി മെഷറിലാണ്. അപ്പൊ നമ്മൾ ഇതിനെ എവിടേക്ക് മാറ്റണം? റേഡിയൻ മെഷറിലേക്ക് കണക്ട് ചെയ്യണം. റേഡിയൻ മെഷറിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനെ എങ്ങനെ പറയാം? 5 വെച്ച് ക്യാൻസൽ ചെയ്യാം. 5 വെച്ച് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ഇവിടെ 36 ടൈംസ് വരും, ഇവിടെ എങ്ങനെ 13 ടൈംസ് വരും. അപ്പൊ കിട്ടുന്ന എത്രയാണ്? 13π/36. ഇത്രയും റേഡിയൻ ആണ് വരുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യത്തിന് 110 ഡിഗ്രി എന്ന് പറയുന്നതിന് 110 ഇൻറ്റു π/180. ഇതിനെ നമ്മൾ ശരിക്കും 0 ക്യാൻസൽ ചെയ്യണേ ഏറ്റവും എളുപ്പം. പക്ഷെ ഡിനോമിനേറ്റർ ഒരേപോലെ നിലനിൽക്കാൻ വേണ്ടി ഞാൻ തൽക്കാലം 5 കൊണ്ട് കട്ട് ചെയ്യാണ്. 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എത്ര വരും? 36 എന്ന് പറഞ്ഞ കാര്യം വരും. 110 ഡിഗ്രി എന്ന് പറയുന്നതിനെ 5 എന്ന് പറയുന്ന ആശയം കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് 11ൽ 2 ടൈംസ് വരും, വീണ്ടും 10 വരും, 2 ടൈംസ് വരും. അതായത് 22π/36 റേഡിയൻ എന്ന് പറഞ്ഞ കാര്യം കിട്ടുന്നു. നമ്മൾക്ക് ആർക്ക് ലെങ്ത്തും സെൻട്രൽ ആംഗിളും അതുപോലെ റേഡിയസും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ അറിയാവുന്ന ഫോർമുല എന്താ? θ = L/R അല്ലെങ്കിൽ L = r θ. ഇവിടെ ഞാൻ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് സർക്കിളിന്റെ മുകളിൽ നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ ആർക്ക് ലെങ്ത് L = r1 θ1 ആൻഡ് സെക്കൻഡ് സർക്കിളിന്റെ മുകളിലാണെങ്കിലോ ആർക്ക് ലെങ്ത് L തന്നെയാണ് r2 θ2. നിങ്ങളിവിടെ നോക്കേണ്ടത് ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് r1 θ1 ഉപയോഗിച്ച് ചെയ്താലും r2 θ2 ഉപയോഗിച്ച് ചെയ്താലും എന്താണ്? ഒരേ ആൻസർ തന്നെയാണ് കിട്ടേണ്ടത്. കാരണം അത് സെയിം ആണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിതിനെ എങ്ങനെ എഴുതാം? r1 θ1 = r2 θ2 എന്ന് പറഞ്ഞ ആശയമാക്കിയിട്ട് എഴുതാം. അതായത് r1/r2 എന്ന് പറയുന്നത് θ2/θ1 എന്ന് പറയുന്ന ആശയമായിരിക്കും. വിച്ച് ഇസ് ഈക്വൽ ടു θ2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 22π/36 ഡിവൈഡഡ് ബൈ θ1 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ 13π/36. 36 ക്യാൻസൽ ചെയ്യാം, പൈ ക്യാൻസൽ ചെയ്യാം, ബാക്കി നിൽക്കുന്നത് 22/13. r1/r2 22/13 ആണെങ്കിൽ r1:r2 എന്ന് പറയുന്നത് 22:13 ആയിരിക്കും. അപ്പോൾ റേഡിയസുകൾ തമ്മിലുള്ള റേഷ്യോ ഓഫ് റേഡിയൈ എന്ന് പറയുന്നത് 22:13 എന്ന് പറയുന്ന ആൻസർ ആയിരിക്കും. ഇതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ മറ്റൊരു ചോദ്യമുണ്ട്. വ്യത്യാസം സെൻട്രൽ ആംഗിളിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. സെൻട്രൽ ആംഗിൾ അവിടെ പറഞ്ഞിരിക്കുന്നത് 60 ഡിഗ്രിയും 75 ഡിഗ്രിയുമാണ്. അത് ഇതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. എ വീൽ മേക്സ് 360 റവല്യൂഷൻസ് ഇൻ 1 മിനിറ്റ്. ഒരു മിനിറ്റിൽ ഒരു വീൽ എന്ന് പറയുന്നത് 360 റവല്യൂഷൻസ് പൂർത്തിയാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ത്രൂ ഹൗ മെനി റേഡിയൻസ് ഡസ് ഇറ്റ് ടേൺ ഇൻ 1 സെക്കൻഡ്? ഒരു സെക്കൻഡിൽ ആ വീല് എത്ര റേഡിയൻ ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര റേഡിയൻ ആണ് അവിടെ റവല്യൂഷൻ വരുന്നത് എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? 360 റവല്യൂഷൻസ് എന്ന് പറയുന്ന കാര്യം പൂർത്തിയാക്കുന്നുണ്ട് ഒരു മിനിറ്റിൽ. അപ്പൊ നമുക്ക് എന്ത് പറയാം? വീൽ മേക്സ് 360 റവല്യൂഷൻസ് ഇൻ 1 മിനിറ്റ്. ഒരു മിനിറ്റില് 360 റവല്യൂഷൻ പൂർത്തിയാക്കുന്നു. ഈ ഒരു റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്ര റേഡിയനാ? 2π റേഡിയനാണ് കയറി വരുന്നത്. ഓക്കെ, അതൊന്ന് ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ. അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മുമ്പിലേക്ക് മൂവ് ചെയ്യുക. ഇവിടെ നമുക്ക് അടുത്ത കാര്യം പറയാം.
wheel makes 360 revolutions in 60 seconds. കാരണം ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 സെക്കൻഡ് ആണ്. നമുക്ക് വേണ്ടത് ഒരു സെക്കൻഡിൽ എത്ര റവല്യൂഷൻ പൂർത്തിയാക്കി എന്നല്ല, എത്ര റേഡിയൻസ് റൊട്ടേറ്റ് ചെയ്തു എന്നുള്ള കാര്യമാണ് നമുക്ക് അവിടെ നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് വരാം? 60 സെക്കൻഡിൽ നിന്ന് ഒരു സെക്കൻഡിലേക്ക് എത്ര എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ മതി? 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് പറയാം? വീൽ മേക്സ് 360/60 revolutions in 1 second. ഒരു സെക്കൻഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 360/60 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? രണ്ടും ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് 6 റവല്യൂഷൻസ് ആണ് അപ്പോൾ ഒരു സെക്കൻഡിൽ പൂർത്തിയാകുന്നത്. ഒരു റവല്യൂഷൻ എന്ന് പറയുന്നത് 2π റേഡിയൻ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? വീൽ ടേൺസ് 6 into 2π radians in 1 second. ഒരു സെക്കൻഡില് 6 into 2π റേഡിയൻസ് റൊട്ടേറ്റ് ചെയ്തു എന്നുള്ള ആശയം നമുക്ക് പറയാം. അതായത് ഫൈനൽ കൺക്ലൂഷൻ എന്ത് പറയാം? വീൽ ടേൺസ് 12π റേഡിയൻസ് ഇൻ 1 സെക്കൻഡ്. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര റേഡിയൻ ആണ് വരുന്നത്? 12π റേഡിയൻസ് ആണ് എന്ത് വരുന്നത്? റൊട്ടേഷൻ എന്ന് പറഞ്ഞ ആശയം വരുന്നത്. ഇൻ എ സർക്കിൾ ഓഫ് ഡയാമീറ്റർ 40 സെന്റിമീറ്റർ. ഒരു സർക്കിളിന്റെ ഡയാമീറ്റർ 40 സെന്റിമീറ്റർ ആണ്. ദ ലെങ്ത് ഓഫ് എ കോഡ് ഈസ് 20 സെന്റിമീറ്റർ. ആ സർക്കിളിന് മുകളിലുള്ള ഒരു കോഡിന്റെ ലെങ്ത് 20 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് മൈനർ ആർക്ക് ഓഫ് ദ കോഡ്. ബോർഡിലേക്ക് ഒന്ന് നോക്കുക. നമ്മൾ ഈ പറഞ്ഞതിന്റെ ഒരു ജിയോമെട്രിക്കൽ ഐഡിയ ആണ് അവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഒരു സർക്കിൾ എന്ന് പറയുന്ന കാര്യം നമ്മൾ എടുത്തു. PQ എന്ന് പറയുന്നത് ഡയാമീറ്റർ ആയിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ 20 ഇവിടെ 20 ആണ് വരുന്നത്. ടോട്ടൽ ലെങ്ത് 40 സെന്റിമീറ്റർ ആണ്. പിന്നെ ഒരു കോഡ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യണം. കോഡ് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ് വരേണ്ടത്. അപ്പോൾ ഞാനിവിടെ AQ എന്ന് പറയുന്ന ഒരു കോഡ് അവിടെ വരച്ചിട്ടുണ്ട്. AQ എന്ന് പറഞ്ഞ കോഡ് 20 സെന്റിമീറ്റർ ആണ് വരുന്നത്. നമുക്ക് കണ്ടെത്താനുള്ളത് ലെങ്ത് ഓഫ് മൈനർ ആർക്ക് ഓഫ് ദ കോഡ്. ഈ കോഡ് വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന മൈനർ ആർക്കിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഈ കോഡ് ഇവിടെ വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ആർക്ക് വരുന്നുണ്ട് അവിടെ ഇങ്ങനെ, അതുപോലെ വലിയൊരു ആർക്ക് വേറെയുണ്ട്. അപ്പോൾ മൈനർ ആർക്കിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ആർക്കിന്റെ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതിനുവേണ്ടി ഞാനൊരു കാര്യം ചെയ്യുകയാണ്. എയിൽ നിന്ന് ഓയിലേക്ക് ഞാൻ നീട്ടിയിരിക്കുകയാണ്. ഇത് ശരിക്കും റേഡിയസ് ആണ്. റേഡിയസ് ആയതുകൊണ്ട് തന്നെ അത് എന്താണ്? 20 സെന്റിമീറ്റർ തന്നെയാണ് വരിക. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ 20 ആണ്, ഇവിടെ 20 ആണ്, ഇവിടെ 20 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത്, അതായത് ഈ മൈനർ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ് വരിക? 60 ഡിഗ്രിയാണ് വരിക. അപ്പോൾ നമുക്ക് എന്ത് പറയാം? തീറ്റ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്, അല്ലെങ്കിൽ π/3 റേഡിയൻ ആണ് എന്നുള്ള ആശയം പറയാം. ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 20 സെന്റിമീറ്റർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഡയാമീറ്റർ ആണ് തന്നിരിക്കുന്നത്, അവിടെ നമുക്ക് റേഡിയസ് പറയാം. അങ്ങനെയാണെങ്കിൽ ആർക്ക് ലെങ്ത് L എന്ന് പറയുന്ന കാര്യം കണ്ടുപിടിക്കാനുള്ള ഫോർമുല ആർ തീറ്റ. ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 ഇൻറ്റു തീറ്റ എന്ന് പറയുന്നത് π/3. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 20 π/3 ആണ് എന്ത് വരുന്നത്? ആർക്ക് ലെങ്ത് എന്ന് പറയുന്ന ആശയം കയറി വരുന്നത്. പൈക്ക് 3.14 ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്തില്ലെങ്കിലും ഇത്ര വരെ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിലേക്ക് എത്തുന്നതിന് മുൻപേ നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നല്ലതുപോലെ ഒന്ന് പഠിച്ചു വെക്കുക.